നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കണസ. ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബീഫിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, കുനുകുനാന്ന് നിറഞ്ഞ സവോള എല്ലാം ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല കൂട്ട് തയ്യാറാക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് പൊടിയാണ് നമ്മളിതിൽ മസാലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബീഫൊക്കെ നല്ല വേവ് കൂടിയ ഐറ്റംസ് ആയതുകൊണ്ട് ഒരു 8 വിസിലോളം നമ്മൾ അടിക്കണം. ഈ സമയം കൊണ്ട് നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് ഉള്ളി മൂപ്പിക്കാനുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് വഴട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് വഴട്ടുക. ഇതിലേക്ക് കുനുകുനാ നിറഞ്ഞ സവോളയും ചേർത്ത് വഴറ്റി എടുക്കുക. അവില് പരിവാവണം. നല്ല രീതിക്ക് വഴന്നു വരാനായിട്ട് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ അവില് പരിവായിരിക്കണ നമ്മുടെ ഈ വഴട്ടയിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുമാതിരി തന്നെ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് നമ്മൾ ആ ബീഫിൻ്റെ നെയ്യ് ഉരുകിയതാണ് അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേരം തിളച്ച് വറ്റാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം ബീഫ് ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വരുന്ന ഒരു പ്രത്യേക തരം മണമുണ്ട്. രക്ഷയില്ല. കറിക്ക് മണം നൽകുന്നതും എന്നാൽ കറിയിലിട്ട ശേഷം എടുത്ത് കളയുന്നതായിട്ടുള്ള നമ്മുടെ കറിവേപ്പില തൂവിയതിന് ശേഷം നമുക്ക് ഈ ബീഫ് കൂട്ടനെ ഒരു ഇലയിലേക്ക് മാറ്റാം. ഗാർണിഷിനായിട്ട് കുറച്ച് സവാള അതിൻ്റെ മേലിലിട്ടാൽ നമ്മുടെ ബീഫ് കൂട്ടാൻ ഡ്രൈ ഫ്രൈ റെഡി.